നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ശ്രീജിത്ത് പണിക്കർ, അഖിൽ മാരാർ എന്നിവരുമായി ചർച്ച നടത്തി ബി.ജെ.പി. 2020 സ്ഥാനാർത്ഥിയായി അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ മത്സരിച്ചേക്കും. എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഇഷ്ടമുള്ളിടത്ത് മത്സരിക്കാമെന്ന് ശ്രീജിത്ത് പണിക്കരെ അറിയിച്ചു. എന്നാൽ ശ്രീജിത്ത് പണിക്കർ തയ്യാറല്ല എന്നാണ് വിവരം. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, ഈ ബി.ജെ.പിക്ക് അനുകൂലമായൊക്കെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലുമൊപ്പം ചാനൽ ചർച്ചകളിലുമൊക്കെ പങ്കെടുക്കുന്ന അത്തരം സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ള കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണോ ബി.ജെ.പി? ഇപ്പോൾ പുറത്തുവരുന്ന ഈ വാർത്തയുടെ വിവരങ്ങൾ എങ്ങനെയാണ്? ഇതിൽ സന്നദ്ധനല്ല എന്നൊക്കെ ശ്രീജിത്ത് പണിക്കർ നിലപാട് അറിയിച്ചുവെന്നാണോ? അനുജ, തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സെലിബ്രിറ്റികളെ സ്ഥാനാർത്ഥികളാക്കുന്നതിനുള്ള ആലോചന ബി.ജെ.പി. ക്യാമ്പിൽ തകൃതിയായി നടക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇവർ ശ്രീജിത്ത് പണിക്കരും അഖിൽ മാരാറുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അഖിൽ മാരാർ നമുക്കറിയാം, ബിഗ് ബോസ് വിന്നറാണ് അഖിൽ മാരാർ. ശ്രീജിത്ത് പണിക്കരാകട്ടെ ചാനൽ ചർച്ചകളിലെ വലതുപക്ഷ മുഖം കൂടിയാണ് ശ്രീജിത്ത് പണിക്കർ. ഇത്തരത്തിൽ ഇവർ രണ്ടുപേരുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം. ഇതിൽ അഖിൽ മാരാർ ബി.ജെ.പിയിലേക്ക് ഇല്ല എന്നുള്ള നിലപാടിലാണ്, അതായത് നേരിട്ട് ബി.ജെ.പിയിലേക്ക് ഇല്ല എന്ന നിലപാടിലാണ്. എന്നാൽ എൻ.ഡി.എയുടെ ഭാഗമായി അദ്ദേഹത്തിന് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതിന് താല്പര്യമുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് കൊട്ടാരക്കരയിൽ 2020 സ്ഥാനാർത്ഥിയായി എൻ.ഡി.എയുടെ ഭാഗമായി 2020 സ്ഥാനാർത്ഥിയായി അഖിൽ മാരാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത് കൊട്ടാരക്കര ഏറെക്കുറെ 90% ഉറപ്പിച്ചിരിക്കുകയാണ്. 2020 സ്ഥാനാർത്ഥിയായി അഖിൽ മാരാർ മത്സരരംഗത്ത് ഇറങ്ങാനുള്ള സാധ്യത ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി എറണാകുളത്ത് 2020ക്ക് കൂടുതൽ വേരോട്ടമുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ ജയസാധ്യതയുള്ള ഏതെങ്കിലും മണ്ഡലങ്ങൾ പരിഗണിക്കണമോ എന്നുള്ള കാര്യവും ആലോചിച്ച് തീരുമാനിക്കും. അഖിൽ മാരാറുമായും അതുപോലെ 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അഖിൽ മാരാറുടെ 2020 പ്രവേശനവും ഉടനെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. മറ്റത് ശ്രീജിത്ത് പണിക്കരുമായുള്ള ചർച്ചകളാണ്. ശ്രീജിത്ത് പണിക്കരുമായി ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം നിരന്തരം ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സീറ്റ്, അതായത് 31 എ ക്ലാസ് സീറ്റുകൾ, എ ക്ലാസ് മണ്ഡലങ്ങൾ ബി.ജെ.പിയുടെ നീക്കങ്ങൾ. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.